രാത്രി സമയങ്ങളിൽ കുടുംബവും ഒന്നിച്ച് ദീർഘദൂര യാത്രകൾ ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. പൊതുവെ കേരളത്തിൻ്റെ പൊതുനിരത്തുകൾ സുരക്ഷിതമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ആളൊഴിഞ്ഞ വിജനമായ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധയും ജാഗ്രതയും വേണം. കാരണം ഇക്കാലത്ത് പല ക്രിമിനൽ സംഘങ്ങളും കള്ളക്കടത്തുകാരും റോഡുകളിൽ തമ്പടിക്കുന്നുണ്ടാകും. മഹാരാഷ്ട്ര സ്വദേശിയായ തലശ്ശേരിയിലെ സ്വർണ്ണ വ്യാപാരിയുടെ വാഹനം കൊള്ളയടിച്ച സംഭവം നടന്നത് കണ്ണൂർ പയ്യന്നൂരിലാണ്. കുടുംബത്തെ ആക്രമിച്ച ശേഷമാണ് സംഘം കാറുമായി കടന്നു കളഞ്ഞത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാർ പിലാത്തറയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂരിലെ ആ ചോരപുരുണ്ട കാറിന് പിന്നിൽ അന്തർ സംസ്ഥാന കള്ളക്കടത്ത് സംഘമാണ്. കുടുംബത്തെ ആക്രമിച്ച് വാഹനം തട്ടിയെടുത്തത് പണവും സ്വർണവും കൊള്ളയടിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു. അക്രമികളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിനാണ് പോലീസ്. തലശ്ശേരിയിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്ന മഹാരാഷ്ട്ര സ്വദേശി അശോക് കുമാർ സഞ്ചരിച്ച കാറാണ് അക്രമി സംഘം തട്ടിയെടുത്ത് സ്വർണവും പണവും കൊള്ളയടിച്ചത്. മഹാരാഷ്ട്രയിൽ നിന്നും അശോക് കുമാറും ഭാര്യയും 2 മക്കളും ഡ്രൈവറും തലശ്ശേരിയിലേക്ക് കാറിൽ വരികയായിരുന്നു. കാസർഗോഡ് കണ്ണൂർ ജില്ലാ അതിർത്തിയായ കാലിക്കടവ് കഴിഞ്ഞപ്പോൾ പയ്യന്നൂരിന് സമീപത്ത് വെച്ച് പിന്തുടർന്നെത്തിയൊരു സംഘം ഇവരുടെ കാർ തടഞ്ഞു നിർത്തി. തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്നവരെ ക്രൂരമായി മർദ്ദിച്ച് റോഡിലേക്ക് വലിച്ചിറക്കിയ ശേഷം അക്രമി സംഘം കാറുമായി കടന്നുകളഞ്ഞു. അക്രമത്തിനിടയിൽ സ്വർണ്ണ വ്യാപാരിയായ അശോകിനും ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ സംഘട്ടത്തിനിടയിലാണ് കാറിനുള്ളിൽ രക്തക്കറ പുരണ്ടത്. അക്രമത്തിന് ശേഷം റോഡിൽ ഒറ്റപ്പെട്ടുപോയ അശോകും കുടുംബവും മറ്റൊരു വാഹനത്തിൽ തലശ്ശേരിയിലെത്തുകയും പോലീസിൽ അടിയന്തരമായി പരാതി നൽകുകയുമായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ രാവിലെ പിലാത്തറ കോഓപ്പറേറ്റീവ് കോളേജിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ ബോണറ്റും ഡോറുകളും തുറന്നിട്ട നിലയിൽ ഈ കാർ കിടക്കുന്നത് നാട്ടുകാരും കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരനുമാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർത്ത നിലയിലായിരുന്നു. കാറിനകത്തെ സീറ്റുകളും ഡാഷ്ബോർഡിന്റെ ഭാഗങ്ങളും ഫ്ലോർ മാറ്റുകളും പൂർണ്ണമായി അഴിച്ചുമാറ്റുകയോ കുത്തിപ്പൊളിക്കുകയോ ചെയ്തിട്ടുണ്ട്. വണ്ടിയിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ, ബാഗുകൾ, കുട്ടികളുടെ ഉടുപ്പുകൾ, കവറുകൾ എന്നിവയെല്ലാം വണ്ടിയുടെ പുറത്ത് വശങ്ങളിലായി ചിതറിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. കാറിനുള്ളിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങി കട്ടപിടിച്ച വലിയ പാടുകളും കണ്ടെത്തി. ഉടൻ തന്നെ നാട്ടുകാർ പരിയാരം പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പരിയാരം പോലീസ് പരിശോധന നടത്തുന്നതിനിടയിലാണ് കാർ ഉടമ അശോക് കുമാർ തലശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നത്. സംഭവത്തിൽ സ്വർണ്ണക്കവർച്ച കുഴൽപ്പണ സംഘങ്ങളാണ് പിന്നിലെന്നാണ് പോലീസിന്റെ ശക്തമായ സംശയം. കാറിന്റെ ഉൾഭാഗങ്ങൾ വരെ കുത്തിപ്പൊളിച്ച നിലയിലായതിനാൽ കാറിനുള്ളിലെ രഹസ്യ അറകളിൽ ഒളിപ്പിച്ചിരുന്ന വലിയ തോതിലുള്ള സ്വർണമോ കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണമോ കവരുന്നതിന് വേണ്ടി കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ആസൂത്രിത കൊള്ളയാണിതെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. കാറിൽ നിന്നും സ്വർണമോ പണമോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. വിവരമറിഞ്ഞ് കാർ ഉടമ അശോക് കുമാറും പിലാത്തറയിലെത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്തുകാരാണ് കാർ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അക്രമി സംഘത്തെ തടയുന്നതിനിടെ ഡ്രൈവർക്കും അശോകിനും പരിക്കേറ്റതായാണ് വിവരം. അങ്ങനെയാണ് കാറിൽ രക്തക്കറ വന്നത്. ഉപേക്ഷിച്ച നിലയിൽ കാർ കണ്ടെത്തിയ പിലാത്തറയിൽ അശോക് എത്തി. അക്രമികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.